എയർബസ് A320 വിമാനങ്ങൾക്ക് പുറത്തിറക്കിയ പ്രത്യേക സുരക്ഷാ നിർദ്ദേശത്തിന് പിന്നാലെ വിമാനങ്ങൾക്ക് അടിയന്തര അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സൗദിയിലെ എയർലൈൻ കമ്പനികൾ. വിമാനത്തിന്റെ സോഫ്റ്റ്വെയർ ഡേറ്റ ലീക്ക് അടക്കമുള്ള പ്രശ്നങ്ങളായിരുന്നു കാരണം. വിമാന സർവീസുകൾക്ക് തടസ്സമാകാതെയാണ് പ്രവർത്തനം പൂർത്തിയാക്കിയത്. കാലതാമസമോ യാത്രാ റദ്ദാക്കലോ ഇല്ലാതെ വിമാന സർവീസുകൾ പതിവ് ഷെഡ്യൂൾ അനുസരിച്ച് തുടരുമെന്നും കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പളശ്ശേരി വിശദമായ വിവരങ്ങൾ നൽകും. മിഷാൽ ചെർപ്പളശ്ശേരി ചേരുന്നുണ്ട്. മിഷാൽ, ഇതിപ്പോൾ ഈ പ്രത്യേക സുരക്ഷാ നിർദ്ദേശത്തിന് പിന്നാലെയാണ് അടിയന്തര അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടി വന്നിരുന്നത്. യാത്രക്കാർക്ക് വലിയ തടസ്സങ്ങളൊന്നും നേരിടാതെ തന്നെയാണോ കമ്പനികൾ ഇതൊക്കെ പൂർത്തിയാക്കിയത്? വിമാന നിർമ്മാണ കമ്പനിയായ എയർബസ് തങ്ങളുടെ A320 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ തിരികെ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. മാത്രമല്ല, ഇത്തരം ഫ്ലൈറ്റുകൾ ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നു. ഡാറ്റ ലീക്കേജ് ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനാലാണ് ഇത്തരമൊരു മാർഗനിർദ്ദേശം നൽകിയത്. ഇത്തരം പ്രശ്നങ്ങൾ യാത്രക്കിടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നടപടി എയർബസ് സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സൗദിയിലെ പ്രധാന എയർലൈനുകളായ സൗദിയ, ഫ്ലൈനാസ്, ഫ്ലൈഅദിൽ ഉൾപ്പെടെയുള്ള പ്രധാന എയർലൈൻ കമ്പനികൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകും വിധം ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ഈ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ യാത്രകൾ റദ്ദ് ചെയ്യാനോ അതല്ലെങ്കിൽ യാത്രാ സമയം വൈകാനോ ഉള്ള സാധ്യതാ മുന്നറിയിപ്പായിരുന്നു ഈ ഒരു സർക്കുലറിൽ ഉണ്ടായിരുന്നത്. ആ ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസമാണ് കമ്പനികൾ പുറത്തിറക്കിയത്. ഈ ഒരു സർക്കുലർ പുറത്തിറങ്ങിയതോടെ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ വളരെയധികം ആശങ്കയിലായിരുന്നു. കാരണം ഫ്ലൈനാസ് പോലുള്ള, സൗദിയ പോലുള്ള എയർലൈൻ കമ്പനികൾ നിരന്തരമായി കേരളത്തിലെ കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളിലേക്ക് സേവനം നൽകുന്ന കമ്പനികളാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വാർത്ത ഈ ഒരു ആശങ്കക്ക് വകയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ കമ്പനികൾ തന്നെ അറിയിച്ചിരിക്കുകയാണ്, ഈ ഒരു സോഫ്റ്റ്വെയർ പ്രശ്നം നിലവിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സർവീസുകളൊന്നും റദ്ദ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര റദ്ദ് ചെയ്യാനോ അതല്ലെങ്കിൽ യാത്ര വൈകാനോ ഉള്ള സാഹചര്യം തീർച്ചയായിട്ടും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷെഡ്യൂളുകൾ പഴയപടി ഇന്ന് അർദ്ധരാത്രിയോടെ പഴയപടി സാധാരണ രീതിയിലേക്ക് തന്നെ സേവനങ്ങൾ നൽകും വിധം എത്തും എന്നുമാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച യാത്രക്കാരുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് റീബുക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ നൽകുമെന്നും ഈ ഒരു വിമാന കമ്പനികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇവിടെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.